ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. യേശുമശിഹായുടെ ഈ സാന്ത്വന ശുശ്രൂഷയിലേക്ക് സ്നേഹാദരവോടുകൂടി വന്ദനം. മടികൂടാതെ, ഒരിക്കൽ നിരാശപ്പെടാതെ നിരന്തരം ജീവിതത്തിൽ പ്രാർത്ഥിക്കേണ്ടതിൻ്റെ ആവശ്യത്തെ ഊന്നി പറയാനായിട്ട് യേശുമ്പുരാൻ നല്ലൊരു കഥ പറയുന്നുണ്ട്. ശുദ്ധമുള്ള ലൂക്കോസിൻ്റെ സുവിശേഷം 18-ാം അധ്യായം അതിൻ്റെ ആദ്യ ഭാഗത്ത് ന്യായാധിപൻ്റെയും വിധവയായ സ്ത്രീയുടെയും കഥ നമുക്ക് വായിച്ചു കിട്ടുന്നുണ്ട്. പ്രാർത്ഥനയിൽ ഒരു നാളും ഒരു മടുപ്പ്, നിരാശയുണ്ടാകാതെ എപ്പോഴും ഉത്സാഹത്തോടെ ഭയങ്കരമായൊരു വലിയ പ്രതീക്ഷയോടെ പ്രാർത്ഥിക്കേണ്ടതിൻ്റെ ആവശ്യത്തെ അദ്ദേഹം ഊന്നി പറയുക. ന്യായാധിപനും വിധവയുമാണ് ഈ കഥയിലെ കഥാപാത്രങ്ങൾ. ന്യായാധിപനെ പരിചയപ്പെടുത്തുന്ന ആദ്യ ഭാഗത്ത് തന്നെ വളരെ രസകരമായൊരു കാര്യമുണ്ട്. ദൈവത്തെ ഭയപ്പെടുകയോ മനുഷ്യരെ മാനിക്കുകയോ ചെയ്യാത്ത ഒരു ന്യായാധിപൻ ഒരു പട്ടണത്തിലുണ്ടായിരുന്നു. 2 വിശേഷണങ്ങളാണ് ന്യായാധിപന് യേശു കൊടുക്കുന്നത്. രണ്ടും അയാളുടെ ഒരു ക്വാളിറ്റി ആണോ അല്ല അയാളുടെ പോരായ്മയോ ആണോ എന്ന് വായിക്കുന്നവരും ധ്യാനിക്കുന്നവരും പതിയെ തിരിച്ചറിയേണ്ടതാണ്. എന്തായാലും 2 കാര്യങ്ങളാണ് യേശു പറയുന്നത്. ഒന്ന്, ദൈവത്തെ ഭയപ്പെടുകയോ മനുഷ്യനെ ആദരിക്കുകയോ ചെയ്യാത്ത ഒരു ന്യായാധിപൻ. ഇത് രണ്ടും ഒരു നാണയത്തിൻ്റെ ഇരുവശങ്ങളാണ്. ഏതെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതിയായിരുന്നു, മറ്റേത് അതിനകത്ത് തന്നെ നമുക്ക് വെളിപ്പെട്ട് കിട്ടും. ദൈവത്തെ ഭയപ്പെടുകയോ മനുഷ്യനെ ആദരിക്കുകയോ ചെയ്യാത്ത ഒരു മനുഷ്യൻ, ഇതാർക്കാണ് ഏറ്റവും നന്നായിട്ട് ചേരുന്നത് ഈ വിശേഷണം? ആത്മാർത്ഥമായിട്ട് ചിന്തിച്ചാൽ ഇത് നമുക്ക് ഓരോരുത്തർക്കും ചേരാനായിട്ട് സാധ്യത വളരെ കൂടുതലാണ്. കേട്ടുനിന്ന ആളുകൾക്കൊക്കെ അതുകൊണ്ട് തന്നെ കഥ കൊള്ളാമെന്ന് തോന്നിയെങ്കിലും അത് യേശുവിനോട് പറയാനായിട്ട് മുതിരാഞ്ഞത് ഇത് തങ്ങളെക്കുറിച്ചുള്ള, തങ്ങൾക്ക് വേണ്ടിയുള്ള, എനിക്ക് വേണ്ടിയുള്ള കഥയാണെന്ന് എന്തോ ഒരു ബോധ്യം കിട്ടിയത് കൊണ്ടാണ്. ദൈവത്തെ ഭയപ്പെടുകയും മനുഷ്യനെ ആദരിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് ഒരു കാര്യങ്ങളുടെ തന്നെ 2 വശമാണ്. വെറുതെ ആ ഏദനിലേക്കൊന്ന് പോയാൽ മതി. ആദത്തോടൊപ്പം ഹവ്വായും അവർക്ക് 2 പേർക്കൊപ്പം ദൈവവുമായിട്ടുള്ളൊരു വാസമായിരുന്നു. ഏറ്റവും നല്ല ഒരു കാലമായിരുന്നു ഭൂമിയിലെ. എന്നിട്ട് എന്താ സംഭവിച്ചത്? ദൈവമാകാനായിട്ടുള്ള ആദത്തിൻ്റെയും ഹവ്വായുടെയും പരിശ്രമം പാളിപ്പോവുകയും അവർ ദൈവമാകാതെ, നല്ല മനുഷ്യർ പോലും ആകാതെ അവിടെ വിട്ടുപോകേണ്ടി വരുന്ന ഒരു പരിതസ്ഥിതിയിലേക്ക് എത്തുകയാണ്. അപ്പോൾ ആ ഒരു ചെറിയ സംഭവത്തെ ഒന്ന് പരിശോധിച്ചാൽ നമുക്ക് ബോധ്യപ്പെടും. ആദം പറഞ്ഞു, കർത്താവേ, ദൈവമേ, എൻ്റെ കുഴപ്പമാണെന്ന് മാത്രം നീ പറയരുത്. കാര്യങ്ങളുടെ കിടപ്പും വശവും ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന എനിക്കാണ്. നീ തന്ന ഈ സ്ത്രീയാണ് മുഴുവൻ പ്രശ്നങ്ങളുടെയും മൂലകാരണം. നീ തന്ന സ്ത്രീയാണ് കാര്യങ്ങളെ ഇങ്ങനെ വഷളാക്കി കളഞ്ഞത്. അങ്ങനെയാണ് ആദം ദൈവത്തോട് പിടിച്ചു നിൽക്കാനായിട്ട് ചില സ്വന്തം ന്യായങ്ങളൊക്കെ നിരത്തി നോക്കുന്നത്. നീ തന്ന സ്ത്രീയാണ് മുഴുവൻ കാര്യങ്ങളുടെയും മൂലകാരണം. ഈ സ്ത്രീയെക്കുറിച്ച് ആദം പറയുന്ന ഒരു വലിയ പ്രഘോഷണവും വാഴ്ത്തലും ഒക്കെയുണ്ട്. അത് ആദത്തിന് തൻ്റെ ഏകാന്തതയ്ക്ക്, ഒറ്റയ്ക്കുള്ള കഠിനമായ ജീവിതത്തിന് ദൈവം തന്നെ ഒരു പരിഹാരം കണ്ടെത്തിയപ്പോൾ ഹവ്വ എന്ന് പറയുന്ന ആ പുതിയ സൃഷ്ടിയെ, സ്ത്രീയെ രൂപപ്പെടുത്തി കഴിയുമ്പോൾ ആദം ദൈവത്തോട് പറയുന്നതാണത്. ഈ സ്ത്രീ ആരാണെന്ന് കർത്താവ് എനിക്ക് നന്നായിട്ടറിയാം. ഇതെൻ്റെ അസ്ഥിയിൽ നിന്നുള്ള അസ്ഥിയും മാംസത്തിൽ നിന്നുള്ള മാംസവുമാണ്. ഒരാൾക്ക് ഒരാളെ തിരിച്ചറിയാനായിട്ട് പറ്റുന്ന എപ്പോഴാണ്? ദൈവവുമായിട്ട് ഒരു കൂട്ടുബന്ധമുള്ളപ്പോൾ മാത്രമാണ് ഒരാൾക്ക് ഒരാളെ തിരിച്ചറിയാൻ പറ്റുക. ദൈവവുമായിട്ട് നല്ലൊരു കൂട്ടുബന്ധമുള്ളപ്പോൾ ഒരാൾക്ക് ഒരാളെ തിരിച്ചറിയാൻ പറ്റും. ദൈവവുമായിട്ട് ആ കൂട്ടുബന്ധം ഇല്ലാതായാൽ എന്ത് വേഗമാണ് ഒരാളിൽ നിന്ന് അകന്നു പോവുകയും, ഒരാൾക്ക് ഒരാളെ വേണ്ടതായി മാറുകയും, ഒരാൾക്കെതിരെ എന്തെല്ലാമോ പറഞ്ഞു തുടങ്ങുകയും ചെയ്യുക. നീ തന്ന സ്ത്രീയാണ് ഈ മണ്ണിലെ, ഈ പർദീസയിലെ മുഴുവൻ പ്രശ്നങ്ങൾക്കും കാരണമെന്ന് എന്ത് വേഗത്തിലാണ് ആദം പറഞ്ഞു വെക്കുക. അപ്പോൾ ദൈവവുമായിട്ട്
കൂട്ടുള്ള ഒരാൾക്ക് മാത്രമാണ് ഭൂമിയിലെ ബന്ധങ്ങളുടെ ശ്രേഷ്ഠതയും അടുപ്പവും ഒക്കെ തിരിച്ചറിയാൻ പറ്റുക. അപ്പനെ തിരിച്ചറിയാതെ പോവുക, അമ്മയുടെ സ്നേഹം കാണാതെ പോവുക. ഈ മക്കളെ കുറ്റപ്പെടുത്തുന്നതിന് മുമ്പ് ഇവർക്ക് ദൈവവുമായിട്ട് എന്ത് ബന്ധമാണുള്ളത്, ഇവർക്ക് ദൈവവുമായിട്ട് എന്ത് ബന്ധമുണ്ടാക്കി കൊടുക്കാനാണ് ഈ മാതാപിതാക്കൾ ഈ കാലം വരെ ശ്രമിച്ചിട്ടും ശ്രദ്ധിച്ചിട്ടുമുള്ളത്. ശുദ്ധമുള്ള യോഹന്നാൻ്റെ സുവിശേഷം 9-ാം അധ്യായം നിറയെ അന്ധനായ ഒരു മനുഷ്യനെ യേശു സൗഖ്യപ്പെടുത്തുന്ന സംഭവമാണ്. ശാബത ദിവസമായിരുന്നു. അന്ധൻ പിറവിയിലെ കാഴ്ചയില്ലാത്തവനായിരുന്നു. യേശു മണ്ണ് കുഴച്ച് തേക്കുകയും ശിലോഹം കുളത്തിപ്പോയി കണ്ണ് കഴുകാൻ പറയുകയും അപ്രകാരം അനുസരിക്കുകയും അവൻ പതിയെ കാഴ്ചയുള്ളവനായിട്ട് മാറുകയും ചെയ്തു. അതോടുകൂടി പരീശന്മാർ യേശുവിനെതിരായി രംഗത്ത് വരികയും യേശുവിനെ കൊടുക്കാനായിട്ട് ഇവനെ ഉപയോഗിക്കാനായിട്ട് തീരുമാനിക്കുകയും ചെയ്തു. നീ കുരുടനല്ലേ, നിനക്ക് എങ്ങനെ കാഴ്ച കിട്ടി? ചോദ്യങ്ങളിങ്ങനെ അവർ ആവർത്തിച്ചുകൊണ്ടേയിരുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 9-ാം അധ്യായം നിറയെ ഈ അത്ഭുതത്തിൻ്റെ വിവരണമാണ്. എന്തായാലും ഒടുവിൽ സഹികെട്ട് അവർക്കൊത്ത് ഇവൻ വരികയോ വളയുകയോ ചെയ്യുന്നില്ലെന്ന് കണ്ട് അവനെ വിളിച്ചുകൊണ്ട് അവൻ്റെ മാതാപിതാക്കളുടെ അടുത്ത് പോകുന്നുണ്ട്. എന്നിട്ട് ചോദിച്ചു, ഇത് നിങ്ങളുടെ മകനാണോ? ഇവൻ പിറവിയിലെ കാഴ്ചയില്ലാത്തവനായിരുന്നോ? ഇവൻ എങ്ങനെ കാഴ്ചയുണ്ടായി? 3 കാര്യങ്ങളാണ് പരീശന്മാർ ഈ കാഴ്ച പ്രാപിച്ചവൻ്റെ അപ്പനോടും അമ്മയോടും ആരാഞ്ഞത്. അവരുടെ മറുപടി വളരെ രസകരമായിരുന്നു. ഇവൻ ഞങ്ങളുടെ മകൻ തന്നെയാണ്, ഇവന് പിറവിയിലെ കാഴ്ചയില്ലായിരുന്നു, എന്നാൽ ഇപ്പോൾ ഇവന് കാഴ്ചയുണ്ട്. എന്നാൽ ആരാണ് ഇപ്പോൾ കാഴ്ച ഇവന് കൊടുത്തതെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ദൈവമാണ് മക്കളിലൂടെ പ്രവർത്തിക്കുന്നത്, മക്കളെ തന്നതെന്ന് തിരിച്ചറിയാനായിട്ട് മാതാപിതാക്കൾക്ക് പറ്റാതെ പോകുന്നുണ്ട്. ആ ദൈവത്തെ മക്കൾക്ക് നന്നായിട്ടൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കാനായിട്ട് മാതാപിതാക്കൾക്ക് ഇക്കാലത്ത് തീരെ താല്പര്യവും നേരവും ഇല്ലാതെ പോകുന്നുണ്ട്. നേരില്ലാതെ പോകുന്നു എന്നുള്ളതാണ് മാതാപിതാക്കളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രശ്നം. ഒട്ടും നേരിൻ്റെ വഴികളിലൂടെ അല്ല അവർ സഞ്ചരിക്കുന്നത്. നേരിൻ്റെ വഴികളിലൂടെ സഞ്ചരിക്കാത്തത് കൊണ്ട് അവർക്കൊന്നിനും, അല്ലെങ്കിൽ ഏറ്റവും അത്യാവശ്യം വേണ്ടതിന് നേരമില്ലാതെ പോകുന്നു. വെറുതെ നമ്മുടെ സൺഡേ സ്കൂളിൽ നിന്ന് എടുത്താൽ മതി. കുഞ്ഞുങ്ങളെ ഒന്ന് ഉത്സാഹിപ്പിക്കാനായിട്ട്, ഒന്ന് പിടിച്ചിരുത്താനായിട്ട്, എത്തിക്കാനായിട്ട് എന്തുമാത്രം അവരുടെ ഭാഗത്തു നിന്ന് ഒരു സഹകരണം ഉണ്ടാകുന്നുണ്ട്. മാതാപിതാക്കളുടെ ഭാഗത്ത് തങ്ങളുടെ ജീവിതത്തിൽ യേശു എന്ന് പറയുന്ന ആൾ ചെയ്ത ഏറ്റവും വലിയ സൗഭാഗ്യവും കൃപയുമാണ് ഈ കുഞ്ഞുങ്ങളെന്ന് പോലും തിരിച്ചറിയാനായിട്ട് മാതാപിതാക്കൾക്ക് പറ്റുന്നില്ല. കാഴ്ച പ്രാപിച്ചവന് എങ്ങനെയാണ് ഈ മുതിർന്ന പ്രായത്തിൽ കാഴ്ച കിട്ടിയതെന്നറിയാനായിട്ടുള്ള വെളിച്ചമില്ലാതെ പോകുന്നു സത്യത്തിൽ അവൻ്റെ മാതാപിതാക്കളും. അപ്പോൾ ഒരു സംശയം, അവന് കാഴ്ച തിരിച്ചു കിട്ടിയെങ്കിലും ഇപ്പോൾ അന്ധതയിലായിരിക്കുന്നത് അവൻ്റെ മാതാപിതാക്കളാണ്. എന്തായാലും ആദം ഈ ദൈവവുമായിട്ട് ഒത്തുചേർന്ന് പോയൊരു കാലത്ത് ഹവ്വായെ നന്നായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റി. ഇവളെൻ്റെ അസ്ഥിയിൽ നിന്നുള്ള അസ്ഥിയും മാംസത്തിൽ നിന്നുള്ള മാംസവുമാണെന്ന് പറയാൻ പറ്റി. ദൈവവുമായിട്ട് അകന്നു പോകുന്നതോടുകൂടി മനുഷ്യരോടുള്ള മുഴുവനുള്ള ആദരവും തിരിച്ചറിവും സ്നേഹവും ഒക്കെ നഷ്ടപ്പെടുകയാണ്. സംശയമില്ലാത്ത കാര്യം. അങ്ങനെയാകുമ്പോൾ നമുക്കൊരു കാര്യം ബോധ്യപ്പെടും. എന്താണ്? ദൈവത്തെ ഭയപ്പെടാതെ ജീവിക്കുന്ന ഒരു മനുഷ്യന് ദൈവത്തെ ഭയം എന്നതിനേക്കാൾ അപ്പുറത്ത് ഒരു അടുപ്പമില്ലാതെ ജീവിക്കേണ്ടി വരിക. എന്തോ ഭയപ്പെടുന്നതിനേക്കാളും കുറേ കൂടി ദൈവവുമായിട്ടൊരു അടുപ്പത്തിൽ ജീവിക്കാൻ പറ്റുമെന്നുള്ള, അങ്ങനെ ദൈവവുമായിട്ടൊരു അടുപ്പത്തിൽ ജീവിക്കാനായിട്ട് പറ്റാതെ പോകുന്ന താല്പര്യമില്ലാത്ത ആളുകൾക്കൊക്കെ പൊതുവെ സംഭവിക്കുന്ന അപകടം എന്താണെന്നറിയോ? അവർക്ക് സംഭവിക്കുന്ന അപകടം മനുഷ്യരോടുള്ള മുഴുവൻ ബന്ധങ്ങൾ ഉലഞ്ഞു പോകുന്നുള്ള, മനുഷ്യരെ ഒന്ന് മാനിക്കാനായിട്ട് പറ്റുന്നില്ല. ദോഷം എതിർക്കാണെന്ന് പറയരുത്. കണ്ടെത്തുന്ന ഭൂരിപക്ഷം മനുഷ്യരെക്കുറിച്ചും അല്ല ഇത് പറയുന്നത്. എന്നാൽ ദേവാലയത്തിൽ പ്രാർത്ഥിക്കാൻ വരുന്ന മനുഷ്യർ, അല്ലെങ്കിൽ ഒരു ശുശ്രൂഷയ്ക്കൊക്കെ ആയിട്ട് വരുന്ന ആളുകളുടെ പൊതുവെ മുഖത്തേക്ക് നോക്കിയാൽ ആദരവോ സ്നേഹമോ വിനയമോ അനുതാപമോ ഒന്നും അങ്ങനെ കണ്ടെത്താൻ പറ്റുന്നില്ല. ഇതെല്ലാം മുഖത്തിങ്ങനെ കൃത്രിമമായിട്ട് വരുത്തി ഒരു അഭിനേതാവായിട്ട് നിൽക്കണമെന്നുള്ള അർത്ഥത്തിലല്ല. പൊതുവെ ഇന്ന് എല്ലാവരുടെയും മുഖത്തു നിന്ന് ആർക്കും വേഗത്തിൽ വായിച്ചെടുക്കാവുന്ന 2 ഭാവങ്ങൾ ധാർഷ്ട്യവും 2 പുച്ഛവുമാണ്. ധാർഷ്ട്യം നമ്മുടെ അഹന്തയാണ്. ഞാനെന്നുള്ള ഭാവത്തിൽ എല്ലാ മനുഷ്യരും, അത് ഈ ചെറിയ മുഖത്ത് നമ്മുടെ ഉടലിനേക്കാളും വലിപ്പത്തിൽ അഹന്ത നമ്മളെടുത്ത് വെച്ചിരിക്കുകയാണ്. കുറേ കൂടി ഒരു ചിരിയോടുകൂടി ഒരാളെ നേരിടാൻ, ഒന്ന് സ്വീകരിപ്പാൻ, യാത്ര ചെയ്യിപ്പാൻ, ഒന്ന് സംസാരിപ്പാനായിട്ട് പറ്റാത്തത്ര വിധത്തിൽ നമുക്ക് അഹന്തയുമുണ്ട്. പിന്നെ മറ്റുള്ളവരോടൊക്കെ ഒരു നിസ്സാരതയാണ്. പിന്നെ ആരാണെന്നാണ്
ഇവനൊക്കെ ഇത്രയല്ലേ ഉള്ളൂ എന്നൊരു ധാരണയാണ്. അത്തരം ഒരു പുച്ഛ മനോഭാവവും ധാർഷ്ട്യ വിചാരങ്ങളുമൊക്കെ മനുഷ്യരിൽ നിന്ന് ഒന്ന് മായാനായിട്ട് യേശുവുമായിട്ട് കുറേ കൂടി ഒരു അടുപ്പം രൂപപ്പെടുത്താൻ പറ്റുമോ? ഈ പറയുന്ന ഉടലെന്ന് പറയുന്ന സംഭവത്തിനകത്ത് ഉയരമുള്ളത് കൊണ്ടാണ് ഇതൊക്കെ പറ്റുന്നത്. ഉയരങ്ങ് മാറിക്കഴിയുമ്പോൾ ഉടലിനെ നമുക്ക് എത്ര ദിവസം വെച്ചുകൊണ്ടിരിക്കാൻ പറ്റും? ശീതീകരിച്ച ഒരു സ്ഥലത്ത് നമുക്ക് 4-5 ദിവസങ്ങളോ കുറേ കാലമോ വെക്കാൻ പറ്റുന്നു വരും. പുറത്തെടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായ അപകടം പിടിച്ച സാധനമാണ്. ദുർഗന്ധം ഏറ്റവും കഠിനമാണെന്നാണ് പറയുക മനുഷ്യൻ്റെ മാംസത്തിന്. അതുകൊണ്ട് തന്നെ പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 4-ാം അധ്യായത്തിൽ പറയുന്നത് പോലെ മൺപാത്രങ്ങളാണ് ഈ ഉടലെന്ന് തിരിച്ചറിയാനായിട്ട് കൂടി നമ്മൾ ഒന്ന് ശ്രമിച്ചു തുടങ്ങണം. മൺപാത്രമാണ് മനുഷ്യൻ്റെ ഉടലെന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുന്നു. പൗലോസ് പറയുന്നത് ഇങ്ങനെയാണ്: യേശു എന്ന് പറയുന്ന നിധി ലഭിച്ചത് ഞങ്ങൾ എന്ന ഈ മൺപാത്രത്തിലാണ്. യേശുവിനെയും വിടാം, നിധിയെയും വിടാം. മൺപാത്രത്തെ മാത്രം ഒന്ന് ധ്യാനിച്ചാൽ ഉടഞ്ഞു പോകാനായിട്ടും തകർന്നു പോകാനായിട്ടും പൊട്ടിപ്പോകാനും വളരെ സാധ്യതയുള്ളൊരു സാധനമാണ് മൺപാത്രം. അപ്പോൾ അവനവൻ്റെ ഉടലിൻ്റെ ഒരു നശ്വരതയെക്കുറിച്ചൊന്ന് തിരിച്ചറിയാനായിട്ട് ഒന്ന് ശ്രമിക്കുക. എന്തായാലും ന്യായാധിപന് യേശു കൊടുക്കുന്ന വിശേഷണം അയാളുടെ ജീവിതത്തിലെ പോരായ്മ തന്നെയാണ് വെളിപ്പെടുത്തുക. അതിതാണ് ദൈവത്തോട് ഭയമോ മനുഷ്യരോട് ആദരവോ ഒന്നും പുലർത്താത്ത ഒരു വിധവയായ സ്ത്രീയെ തനിക്കൊരു ന്യായം നടത്തി തരണമെന്ന് പറഞ്ഞ് എതിരാളിയുമായിട്ടുള്ള ഒരു നിയമ പോരാട്ടത്തിൽ ന്യായം നടത്തി തരണമെന്ന് പറഞ്ഞ് ന്യായാധിപൻ്റെ അടുത്തെത്തുകയാണ്. താല്പര്യത്തോടെ കേൾക്കേണ്ടതാണ്. ദൈവം കഥ എഴുതുകയാണെന്ന് പറഞ്ഞ് അശോകൻ ചെരുവിൽ എന്ന് പറയുന്ന മലയാളത്തിലെ എഴുത്തുകാരൻ്റെ ചെറിയ ഓർമ്മക്കുറിപ്പ് പുസ്തകമുണ്ട്. ദൈവം കഥ എഴുതുകയാണ്. എനിക്ക് തോന്നുന്നു ഓരോ മേഖലകളിൽ പ്രത്യേകിച്ച് അധികാര സ്ഥാനങ്ങളിലൊക്കെ ഇരിക്കുന്ന ആളുകൾ തങ്ങളുടെ മേശയ്ക്ക് മുമ്പിൽ ഇങ്ങനെ വണങ്ങി ഓരോ ആവശ്യത്തിന് വന്നു നിൽക്കുമ്പോൾ അവരോട് പുലർത്തുന്ന മനോഭാവവും പുലർത്തേണ്ട മനോഭാവവും ഒക്കെ അവിടെ ആ പുസ്തകത്തിലൂടെ വ്യക്തമാണ്. തിരിച്ചൊന്ന് കൈകൊപ്പുവാനും ഇരിക്കാൻ പറയാനും ആവശ്യം കേൾക്കാനും ഒന്ന് ചിരിക്കുവാനും എത്രയും വേഗം അത് നിവർത്തിച്ചു കൊടുക്കുവാനുമായിട്ട് ദൈവം പിടിച്ചാക്കിയിരിക്കുന്നതാണ് ഓരോരുത്തരെയും. ഒരു സംശയമില്ല. ആ കഷ്ടാനുഭവിച്ച് ഓർത്താൽ മതി. വിസ്താരത്തിൻ്റെ വേളയിൽ ന്യായാധിപനും ഗവർണറൊക്കെ ആയിരുന്ന പീലാത്തോസ് യേശുവിൻ്റെ ഒരു കാര്യത്തിൽ അസ്വസ്ഥനാവുന്നുണ്ട്. എന്തായിരുന്നു? യേശു എന്ന് പറയുന്ന കുറ്റവാളിക്കെതിരെ ആളുകൾ ഭംഗിയായിട്ട് വളരെ സമർത്ഥമായിട്ട് ആരോപണങ്ങൾ ഇങ്ങനെ ഉന്നയിച്ച് മുന്നേറി വരുമ്പോഴും യേശു എന്തെടുക്കുകയായിരുന്നു? യേശു നിശബ്ദനായിരുന്നു. ഒരക്ഷരം പ്രതിരോധിക്കാതെ നിശബ്ദതയിലായിരുന്നു. അപ്പോൾ ദേശത്തിൻ്റെ അധിപതി കൂടിയായ പീലാത്തോസ് ഭയങ്കരമായ അസ്വസ്ഥനായി. പീലാത്തോസ് പറയുന്നുണ്ട്, നീ എന്തൊന്നും മിണ്ടാൻ നിൽക്കുന്നേ? എന്നിട്ട് പീലാത്തോസ് തൻ്റെ അധികാരമെന്ന ഭാവം ഉപയോഗിക്കുകയാണ്. ഞാൻ ആരാണെന്ന് നിനക്കറിയാവോ? ഞാൻ ന്യായാധിപനാണ്. അങ്ങനെ പറയുന്നില്ലേലും ആ ഭാഗം വായിച്ചാൽ നമുക്ക് ബോധ്യപ്പെടും. അങ്ങനെ തന്നെ അത് പറയുന്നേ. ഞാൻ ആരാന്ന് നിനക്കറിയാവോ? നിന്നെ ശിക്ഷിക്കുവാനും നിന്നെ വെറുതെ വിടുവാനും അധികാരമുള്ളവനാണ് ഞാൻ. അപ്പോൾ മാത്രം യേശു പ്രതികരിക്കുന്നുണ്ട്, മുകളിൽ നിന്ന് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിനക്കൊന്നുമില്ല. എന്ന് വെച്ചാൽ ഭൂമിയിൽ എന്തെങ്കിലുമൊക്കെ ഒരു സ്ഥാനത്തേക്ക് വിളിച്ച് ഉയർത്തപ്പെട്ട ഓരോരുത്തരും വിനയത്തോടെ തിരിച്ചറിയേണ്ട ഒരു കാര്യം, ദൈവമാണ് എന്നെ വിളിച്ച് ഇവിടെ ആക്കിയിരിക്കുന്നത്. മുകളിൽ നിന്ന് കിട്ടിയില്ലായിരുന്നുവെങ്കിൽ നിനക്ക് എൻ്റെ മീതെ ഒരു അധികാരവും ഉണ്ടാവില്ല. അപ്പോൾ ദൈവം തന്നതാണെന്ന് തിരിച്ചറിയുമ്പോൾ അത് മറ്റുള്ള മനുഷ്യർക്ക് ശുശ്രൂഷയും സേവനം ചെയ്യുവാനുമാണെന്ന് തിരിച്ചറിയുമ്പോൾ മുമ്പിൽ വരുന്ന മനുഷ്യരോട് എന്തുമാത്രം ആദരവ് പുലർത്തിയാലും മതിവരില്ല എന്നുള്ള ധാരണയിലെത്തണം. എന്തായാലും വിധവയായ സ്ത്രീയെ തനിക്ക് ന്യായം ലഭിക്കണമെന്നുള്ള അഭ്യർത്ഥനയുമായിട്ട് ന്യായാധിപനെ സമീപിച്ചു. അയാൾ തന്നെക്കുറിച്ച് തന്നെ പറയുക, എനിക്ക് ദൈവത്തെ വലിയ ഭയമൊന്നുമില്ല, അതുകൊണ്ട് തന്നെ മനുഷ്യരോട് വലിയ ആദരവുമില്ല. എന്നാൽ ഈ വിധവയായ സ്ത്രീയെ നിരന്തരം എന്നെ ശല്യപ്പെടുത്തുന്നത് കണ്ട് മടുത്തിട്ട് ഞാൻ അവൾക്ക് അർഹമായ ന്യായം കൊടുക്കാൻ പോവാം. അവൾക്ക് അർഹമായ കാര്യം ഞാൻ ഇനി അവൾക്ക് നിഷേധിക്കുന്നില്ല, മടുത്തിട്ടാണ്. അങ്ങനെയാണെങ്കിൽ രാവും പകലും തന്നെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന മനുഷ്യരുടെ പ്രാർത്ഥനകളെ ദൈവം കാണാതെയും കേൾക്കാതെയും പോകുമോ എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. ദൈവം നീതി നടത്തി കൊടുക്കില്ലേ എന്നാണ് ചോദിക്കുന്നത്. എന്തായാലും ഈ മനോഹരമായ കഥയിലൂടെ നമ്മളൊന്ന് കടന്നു പോകുമ്പോൾ ഓർക്കാനും കണ്ടെത്താനുമായിട്ട്
നമുക്ക് ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, അപേക്ഷിക്കുന്ന കാര്യം നമുക്ക് ചിലപ്പോൾ ഉചിതമായ കാര്യങ്ങൾ ആവണമെന്നില്ല. നമ്മളിങ്ങനെ ദൈവസന്നിധിയിൽ നിരന്തരം പ്രാർത്ഥിക്കുന്ന ആളുകളാണ്. എന്നാൽ യേശു ഓർമ്മപ്പെടുത്തുന്നു, പ്രാർത്ഥിക്കുന്ന നമ്മളൊരിക്കലും നിരാശരാവാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രാർത്ഥിക്കുന്ന നമ്മൾ മടുത്തു പോവുകയോ നിരാശയിൽ വീണു പോവുകയോ ചെയ്യാതെ പ്രതീക്ഷയിലും പ്രത്യാശയിലും പ്രാർത്ഥന സമർപ്പിക്കുക. അപേക്ഷിക്കുന്ന കാര്യങ്ങൾ എനിക്ക് ഉചിതമാണോ അല്ലയോ എന്ന് എനിക്കല്ല നിശ്ചയം, എൻ്റെ ഉടയവനാണ് നിശ്ചയം. കളിക്കാനായിട്ട്, കുറച്ചു നേരം ഉല്ലസിക്കാനായിട്ട് ഒരു ചെറിയ കത്തി അപ്പനോട് ആവശ്യപ്പെടുന്ന ഒരു കുഞ്ഞിന് ഒരിക്കലും ഇത് കിട്ടാൻ പോകുന്നില്ല. കാരണം അപ്പനറിയാം, ഈ കത്തി കളിക്കാനോ വിനോദത്തിനോ കുഞ്ഞിന് ഉപകരിക്കുകയില്ല, മറിച്ചത് വലിയ അപകടത്തിലേക്ക് എത്തുക. അതുകൊണ്ട് അപേക്ഷിക്കുന്ന കാര്യങ്ങൾ എനിക്ക് ഉചിതമാണോ അല്ലയോ എന്ന് ഉള്ളതാണ് ഒരു പ്രശ്നം. ഉചിതമായ കാര്യങ്ങൾ അപേക്ഷിക്കുന്നതാണ് ബുദ്ധി. ഉചിതമാണ് കാര്യങ്ങളെന്നറിയാനുള്ള അത്രയും വലിയ ഉൾക്കാഴ്ചയൊന്നും നമ്മൾക്ക് ഉണ്ടായെന്ന് വരില്ല. അതുകൊണ്ട് അപേക്ഷിച്ച കാര്യങ്ങളൊന്നും ഇതുവരെയും കിട്ടിയില്ല എന്ന് പലരും ഇങ്ങനെ പരാതിയും സങ്കടവും പറയുന്നൊരു കാലം. എത്ര കാലമായി ഞാൻ അപേക്ഷിക്കുന്നു, കിട്ടിയില്ലല്ലോ. അങ്ങനെയുള്ളവരുടെ അപേക്ഷയിലും നമുക്ക് സംശയമില്ല, ആത്മാർത്ഥതയിലും സംശയമില്ല, അവരുടെ പ്രാർത്ഥനയിലും സംശയമില്ല. പക്ഷെ നമുക്കൊരു കാര്യം അറിയാം, അവർ അപേക്ഷിച്ചത് അവർക്ക് കിട്ടിയില്ലെങ്കിലും അവർ ഒരിക്കലും അപേക്ഷിക്കാത്ത പലതും അവരുടെ ജീവിതത്തിൽ കിട്ടിക്കൊണ്ടിരിക്കുക. അവർ അപേക്ഷിച്ചത് അവർക്ക് കിട്ടിയില്ലെങ്കിലും അപേക്ഷിക്കാത്ത പലതും അവർക്ക് കൃത്യമായി ദൈവം കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഓർക്കുക, നിരന്തരമുള്ള നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മൾ നിരാശപ്പെടുത്തുന്ന ഒരു കാര്യമാണ് അപേക്ഷിക്കുന്ന കാര്യം കിട്ടിയില്ലല്ലോ എന്ന്. അത് നമുക്ക് നന്മയ്ക്ക് ഉതകുമോ ഇല്ലയോ എന്നുള്ള ഒരു കാര്യത്തിന് തമ്പുരാനാണ് ഒരു തീർപ്പ് കൽപ്പിക്കേണ്ടത്. പിന്നെ ഒരു കാലതാമസം വരുമ്പോൾ ഒരു പുനർചിന്ത, അങ്ങനെ ഒരു സാധ്യതയിലേക്ക് നമ്മൾ എത്തിപ്പെടും. തിടുക്കത്തിലാണ് നമ്മൾ തീരുമാനങ്ങൾ എത്തുക. ദേഷ്യം വരുമ്പോൾ അവനെ നശിപ്പിക്കണം, സ്നേഹം വരുമ്പോൾ സ്നേഹിച്ചവനെ അങ്ങേറ്റം സ്നേഹിക്കണം. എല്ലാത്തിനും ഒരു പുനർചിന്ത, റീതിങ്കിങ്ങിനുള്ള സാധ്യത ഉണ്ടാവണം. അതുകൊണ്ട് തന്നെ ഒരു കാലതാമസം എപ്പോഴും എല്ലാ കാര്യത്തിലും നല്ലതാണ്. അതുകൊണ്ട് തിടുക്കപ്പെട്ട് തമ്പുരാനെ കൊണ്ടൊരു തീരുമാനം എടുപ്പിക്കാനുള്ള ഒരു പ്രേരണയായിട്ട് ഒരിക്കലും പ്രാർത്ഥന മാറരുത്. പ്രാർത്ഥന ഇത്രയേ ഉള്ളൂ, തമ്പുരാനുമായിട്ട് ഞാൻ കൂട്ടുചേർന്നാണ് സഞ്ചരിക്കുന്നത്. അത്തരമൊരു പരസ്പര ധാരണയുടെ ഓർമ്മപ്പെടുത്തലാണ് പ്രാർത്ഥന. നമ്മൾ ഒരുമിച്ചല്ലേ യാത്ര ചെയ്യുന്നത്, നമ്മൾ ഒരുമിച്ചല്ലേ ജീവിക്കുന്നത്. ആ ഒരു ധാരണയുടെ ഓർമ്മപ്പെടുത്തലായിട്ട് പ്രാർത്ഥന മാറണം. പിന്നെ ഒരു പുനർചിന്തയ്ക്ക് ഇത്തിരി കാലതാമസം നമ്മളെ നന്നായിട്ട് സഹായിക്കുന്നുണ്ട്. അതിപ്പോൾ നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിലും മനസ്സ് വെച്ചാൽ പിടികിട്ടാവുന്ന കാര്യമാണ്. പിന്നെ നമ്മുടെ ഒരു വിശ്വാസം പരിശോധിക്കാനായിട്ട് ദൈവം ഒരു കുസൃതിക്കാരനൊന്നും അല്ലെങ്കിലും ഇതുമാത്രം വിശ്വാസമുണ്ട്. കാര്യമായ കാര്യത്തോടു കൂടിയാണോ ഈ ചിന്ത, അതൊന്ന് ഉറപ്പുവരുത്താനായിട്ട് കൂടി ശ്രമിക്കുന്നുണ്ടാവാം. ആ സ്ത്രീ യേശുവിൻ്റെ പിന്നാലെ ഇങ്ങനെ നിരന്തരം നടന്നു. ശിഷ്യര് പറയുന്നുണ്ട്, കുറേ നാളായി സ്ത്രീ നമ്മുടെ പിന്നാലെ വരുന്നു. യേശു പറഞ്ഞു, മക്കൾക്കുള്ള അപ്പവാ, അതെങ്ങനെയാണ് നാക്കുട്ടികൾക്കൊക്കെ കൊടുക്കുക? അതൊരു സ്ത്രീയുടെ വിശ്വാസത്തെ പ്രകീർത്തിക്കാൻ വേണ്ടി യേശു ബോധപൂർവം രൂപപ്പെടുത്തിയതാണ്. അപ്പോൾ ആ സ്ത്രീ പറയുന്നുണ്ടല്ലോ, ശരിയാണ് യജമാനനെ, അപ്പം നുറുക്കുകൾ എപ്പോഴും മക്കൾക്കുള്ളതാണ്. എന്നാലും അവർ കഴിക്കുമ്പോൾ കുറച്ചൊക്കെ മേശയിൽ നിന്ന് താഴെ വീഴുന്നുണ്ട്. അപ്പോൾ ആ ഭവനത്തിലെ നാക്കുട്ടികൾ താഴെ വീഴുന്ന മക്കളെ ഉപേക്ഷിച്ച താഴെക്കളഞ്ഞ അപ്പം നുറുക്കുകളാൽ ജീവിക്കുന്നുണ്ട്. ഈ സ്ത്രീയുടെ വിശ്വാസം എത്ര വലുതാണെന്ന് പറഞ്ഞ് യേശു അവരെ പ്രകീർത്തിക്കുന്നുണ്ട്. അപ്പോൾ കാലതാമസം എൻ്റെ വിശ്വാസത്തിൻ്റെ അളവ് എന്നെ തന്നെ ഒന്ന് ബോധ്യപ്പെടുത്താനാണ്. മെഴുകുതിരി കത്തിച്ച് നമ്മളിങ്ങനെ ഗീവറീസദായുടെ പരിശുദ്ധ അമ്മമറിയത്തോട് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. 50 രൂപയുടെ മെഴുകുതിരിയാണ്. എന്തൊരു വിലയാണ് മെഴുകുതിരിക്ക്! ഇത് കത്തി തീരുന്നതിന് മുമ്പ് എന്നിൽ പ്രസാദിച്ചിരിക്കണം, എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് കാര്യം നേടിത്തരണം, അങ്ങനെയൊക്കെ പറഞ്ഞ് മെഴുകുതിരി പകുതിയാവുന്നതിന് മുമ്പേ നമ്മുടെ വിശ്വാസമൊക്കെ ഉലഞ്ഞ് കെട്ടുപോകുന്നുണ്ട്. അകത്തെവിടെയോ അടിച്ചൊരു കാറ്റുകൊണ്ട് വിശ്വാസം ഉലഞ്ഞ് കെട്ടുപോകുന്നുണ്ട്. അപ്പോഴും നമ്മൾ കത്തിച്ചു വെച്ച മെഴുകുതിരി അവിടെ നെരിയുന്നുണ്ടാവാം. അപ്പോൾ അവനവൻ്റെ വിശ്വാസം എന്തുമാത്രം തീവ്രവും തീക്ഷ്ണവുമാണ്, ആഴമുള്ളതും അഴകുള്ളതുമാണെന്ന് കണ്ടെത്താനായിട്ട്
നമുക്ക് തന്നെ സഹായിക്കും ഇത്തിരി ഒരു കാലതാമസം ആത്മീയതയ്ക്കിടയിൽ. കാത്തിരുന്ന് ലഭിക്കുന്ന ഒരു കാര്യത്തിന് കുറേയും കൂടി ഒരു സുഖവും കൗതുകവും സന്തോഷവും ഒക്കെ ഉണ്ട്. അതിൻ്റെ മൂല്യം നമുക്ക് ബോധ്യപ്പെടുമെന്നാണ് പറയുക. കാത്തിരുന്ന് കിട്ടുന്ന കുറേ ശ്രമങ്ങൾക്കൊടുവിൽ കിട്ടുന്ന കാര്യങ്ങളോട് നമുക്ക് കുറേ കൂടി ഒരു താല്പര്യവും ശ്രദ്ധയും ജാഗ്രതയൊക്കെ ഉണ്ട്. എല്ലാം ഇങ്ങനെ നിസ്സാരമായിട്ട് കിട്ടുന്നു. ഒരു മനുഷ്യന് ഒട്ടും ശ്രദ്ധയില്ലാതെ പോകുന്ന ഒരു കാര്യം എന്താണെന്നറിയോ? അവനവൻ്റെ ജീവനാണ്, ആയുസ്സാണ്, അവനവൻ്റെ ആരോഗ്യമാണ്. ഒരു ശ്രദ്ധയുമില്ലാതെയല്ലേ നമ്മൾ പോവുക? ആരോഗ്യത്തിന് മീതെയോ ആയുസ്സിന് മീതെയോ? ഇത് നമുക്കിങ്ങനെ പിറവിയിലെ ഒരു ഗിഫ്റ്റായിട്ട് കിട്ടിയതുകൊണ്ടാണ്, ചോദിച്ച് മേടിച്ചതല്ല. 10ാം ക്ലാസ്സിലെ പരീക്ഷയോ പഴയ പ്രീ ഡിഗ്രിയൊക്കെ ഓർക്കുമ്പോൾ കഷ്ടപ്പെട്ട് പഠിച്ചിട്ടാണ് കഷ്ടിച്ചെങ്കിലും ജയിച്ചതെന്ന് ഒരു തിരിച്ചറിവ് ഉള്ളിലുള്ളപ്പം നമുക്കറിയാം അതിനൊരു മൂല്യമുണ്ട്. എന്നാൽ ആയുസ്സെന്ന് പറയുന്നതൊക്കെ നമ്മളങ്ങനെ ചോദിച്ചിട്ട് കിട്ടിയതല്ലാത്തത് കൊണ്ട്, അങ്ങനെ ഒരു ധാരണ ഇല്ലാത്തത് കൊണ്ട്, ദൈവം സൗജന്യമായി നമുക്ക് തന്നതായതുകൊണ്ട് നമുക്ക് വലിയ വിലയോ അതിന് മീതെ ഒരു മൂല്യമൊന്നും തോന്നാറില്ല. മദ്യപാനമായാലും അമിതമായ പുകവലിയായാലും അതിലൂടെ കടന്നു പോകുന്ന ആളുകൾ അവനവൻ്റെ ശരീരത്തോട്, അവനവൻ്റെ ജീവനോടും ജീവിതത്തോടും ഒപ്പമുള്ളവരോടുമൊക്കെ പുലർത്തുന്ന അനാദരം ഇത് തന്നെയാണ്. എന്തായാലും ഈ സ്ത്രീ ഇങ്ങനെ നിരന്തരം ഇങ്ങനെ ന്യായാധിപൻ്റെ അടുത്തെത്തി അവനെ ബുദ്ധിമുട്ടിച്ച് കാര്യം സാധിച്ചെടുക്കുകയാണ്. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, ഇത്തിരി കാത്തിരുന്നിട്ട് കിട്ടുന്ന സൗഭാഗ്യങ്ങളെ നമ്മൾ കുറേ കൂടി ശ്രേഷ്ഠമെന്നും വിശുദ്ധമെന്നും ഒക്കെ കണ്ടു തുടങ്ങും. അവസാനം നമുക്കൊന്ന് ഓർക്കാവുന്നത്, ദൈവത്തിൻ്റെ പദ്ധതി നമുക്ക് അജ്ഞാതമാണ്. തമ്പുരാൻ്റെ പദ്ധതിയെക്കുറിച്ച് നമുക്ക് വലിയ ധാരണയൊന്നുമില്ല. ആ ധാരണ കണ്ടെത്താനായിട്ട് നമ്മൾ അധികം ശ്രദ്ധിക്കുകയൊന്നും വേണ്ട. ദൈവം നമുക്ക് വേണ്ടി ചില നല്ല പദ്ധതികൾ രൂപപ്പെടുത്തുന്നുണ്ട്. എൻ്റെ പദ്ധതികൾ നിൻ്റെ നാശത്തിന് വേണ്ടിയുള്ളതല്ല, മറിച്ച് നിൻ്റെ എക്കാലത്തെ നന്മയ്ക്ക് വേണ്ടിയുള്ളതാണ്. എൻ്റെ നന്മയ്ക്ക് വേണ്ടിയുള്ള തമ്പുരാൻ്റെ പദ്ധതികൾക്ക് മുമ്പാകെ ഞാൻ വിധേയപ്പെട്ട് വിനയപൂർവ്വം അനുതാപത്തോടെ നിൽക്കുന്നതാണ് ഏറ്റവും നല്ല ബുദ്ധി. അതാണ് ഒരു ഭക്തൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല അനുഷ്ഠാനമൊക്കെ. എന്തായാലും ഭയവും സംശയവും നിരാശയും കൂടാതെ നിരന്തരം പ്രാർത്ഥിക്കണമെന്ന് നമ്മളെ ഓർമ്മപ്പെടുത്താനായിട്ട് യേശു പറഞ്ഞ ന്യായാധിപൻ്റെയും വിധവയുടെയും ശുദ്ധമുള്ള ലൂക്കോസിൻ്റെ സുവിശേഷം 18-ാം അധ്യായത്തിൻ്റെ ആരംഭത്തിലുള്ള ഈ കഥയുടെ അവസാന ഭാഗത്ത് യേശുവിൻ്റെ ഒരു സംശയവും സങ്കടവുമുണ്ട്. എന്നാലും മനുഷ്യപുത്രൻ വീണ്ടും വരുമ്പോൾ ഈ മനുഷ്യർക്കിടയിൽ വിശ്വാസം ഉണ്ടാകുമോ? അതെന്തൊരു സങ്കടത്തിൻ്റെ ഒരു കാര്യമാണ്. മനുഷ്യപുത്രൻ വരുമ്പോൾ ഈ ജനങ്ങൾക്കിടയിൽ ആ ഒരു സ്നേഹവും വിശ്വാസവും ഒക്കെ ഉണ്ടാവുമോ? നമ്മൾക്കിടയിലെ വിശ്വാസവും സ്നേഹവും ഒക്കെ വളരെ കുറഞ്ഞു പോകുന്നുവോ നമുക്ക് സങ്കടത്തോടെ തിരിച്ചറിയാം. ആ കുറഞ്ഞു പോകുന്ന സ്നേഹവും വിശ്വാസവും ഒക്കെ തിരികെ ജീവിതത്തിലേക്ക് ചേർത്ത് ബലപ്പെടാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. അങ്ങനെയാകുമ്പോൾ നമ്മളെക്കുറിച്ച് അവൻ്റെ ജീവൻ്റെ പുസ്തകത്തിൽ ഇങ്ങനെയൊരു വരി എഴുതി ചേർക്കപ്പെടും. അയാൾ ദൈവത്തെ ഭയപ്പെടുകയും മനുഷ്യരെ ആദരിക്കുകയും ചെയ്യുന്ന ഒരുവനാണ്. ആമേൻ.